നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, നിങ്ങൾക്കിത് പോസിറ്റീവായൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ്. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് കാണാവുന്നതാണ്. നിങ്ങൾക്കത് റെസനേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ നല്ലൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ കൂടിയാണ്. നിങ്ങളിത് മനസ്സറിഞ്ഞ് പ്രാർത്ഥനയോടും വിശ്വാസത്തോടും അതുപോലെ ഒരു പോസിറ്റീവ് എനർജിയോടും കൂടി ഇത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തെ എല്ലാ പോസിറ്റീവായ എനർജികളും നിങ്ങൾക്ക് കണക്റ്റഡ് ആവുകയും നെഗറ്റീവായ പല കാര്യങ്ങളെയും നിങ്ങളിൽ നിന്നും ഹീലാക്കി കളയാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ അത്രത്തോളം സമർപ്പണത്തോടും വിശ്വാസത്തോടും കൂടി കാണുന്നുവോ അത്രത്തോളം നിങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. നിങ്ങൾക്കിത് നെഗറ്റീവായി ഫീൽ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. നിങ്ങളുടെ അഭിപ്രായം പോലും അതിനകത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരിക്കലും നമ്മളൊരു നെഗറ്റീവായ കാര്യങ്ങളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, നിങ്ങളുടെ എനർജിയെ കൊടുക്കാതിരിക്കുക. നിങ്ങൾ നേരെ സ്കിപ്പ് ചെയ്തോളുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അതുമാത്രവുമല്ല, നമ്മളുടെ ഓരോ റീഡിങ്സും പ്രാർത്ഥനയോടുകൂടി അർഹമാകുന്നവരിൽ എത്തിച്ചേരുക എന്ന ആ ഒരു എനർജിയോട് കൂടിയാണ് ഞാൻ നൽകുന്നത്. വരാഹി ദേവിയുടെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ, ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നത് 100% ഉറപ്പാണ്. വിശ്വാസത്തോടു കൂടി പോകുക കേട്ടോ. ഓരോ നിമിഷവും മാത്രവുമല്ല, വിശ്വാസം മാത്രം പോരാ, നമ്മൾ പ്രവർത്തിക്കാനൂടി തയ്യാറാവണം. നമ്മൾ എത്രത്തോളം സ്ട്രഗിളിങ് ചെയ്യാൻ തയ്യാറാകുന്നു, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകുന്നു, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തയ്യാറാകുന്നുവോ അത്രത്തോളം നമ്മൾക്ക് പുതിയ പുതിയ ഡോറുകൾ, പുതിയ പുതിയ ബ്ലെസ്സിങ്സിൻ്റെ ഡോറുകൾ ഓപ്പണിംഗ് ആകുമെന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മൾക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ദ ഹൈ പ്രീസ്റ്റസ് ആണ് കേട്ടോ. വളരെ ശക്തമായ ഒരു ഇൻഡ്യൂഷൻ പവറിൽ നിൽക്കുന്നു. കുറേ ആളുകളുടെ എനർജി വന്നിരിക്കുന്നത് വളരെ ശക്തമായ ഇൻഡ്യൂഷൻ പവറിൽ നിൽക്കുന്നു എന്നൊരു എനർജിയാണ്. അതുകൂടാതെ തന്നെ ഇതിനകത്ത് നല്ല എഡ്യൂക്കേറ്റഡായ, മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന, അതല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രചോദനം, മറ്റുള്ളവരെ ഒരു മാറ്റത്തിലേക്ക്, പുതിയ ഒരു പുനർജന്മം സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പവർഫുള്ളായ ഒരു സ്പിരിച്വൽ ജേണിയിലേക്കാണ് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഒരു നല്ലൊരു ഹൈ എനർജിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ കൂടുതൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തും പോസിറ്റീവായ ചിന്തകളിലേക്ക് നിങ്ങൾ മാറിയതിൻ്റെ ഫലം നിങ്ങൾക്ക് അബണ്ടൻസ് ആണെന്നാണ് കാണുന്നത് കേട്ടോ. അതായത് നെഗറ്റീവിനെയും പോസിറ്റീവ് ആകുന്ന രണ്ട് സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് വളരെയധികം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് വ്യക്തികൾ സ്പിരിച്വൽ ജേണിയിലേക്ക്, ഒരാത്മീയതയിലേക്ക് തിരിച്ച് ഇറങ്ങാൻ സാധിക്കുന്ന ഒരു എനർജി വരുന്നു. അതുപോലെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അതായത് നിങ്ങളുടെ മനസ്സുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്നു പല കാര്യങ്ങളും ഇന്ന പോലെ സംഭവിക്കും, ഇന്ന കാര്യങ്ങൾ ഇന്ന ടൈമിൽ എന്നിലേക്ക് എത്തിച്ചേരും എന്നുള്ള ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വന്ന് നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെയധികം ഒരു കൺട്രോളിങ് പവർ, ഇമോഷൻസിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു സ്റ്റെബിലിറ്റി, ഏത് കാര്യമായിക്കോട്ടെ ആ ഒരു കാര്യത്തിൽ നല്ലൊരു സ്റ്റെബിലിറ്റി, എന്താണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ, ഇനിയിപ്പം നമ്മൾ വളരെയധികം ഡൗൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു ബാലൻസ് സൃഷ്ടിക്കാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത്. കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ശക്തമായൊരു ഫോക്കസിങ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ പോവുകയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് പുതിയ പുതിയ ആഗ്രഹങ്ങളും സ്വപ്ന സാക്ഷാത്കാര
സംസാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു എനർജിയിലേക്ക് വന്നിരിക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കരിയർ പരമായിട്ടൊരു പുതിയ എനർജി, ഒരു പുതിയ ന്യൂ പാത്ത് ഓപ്പണിംഗ് ആവുന്നുണ്ട് കേട്ടോ. കുറേ ആളുകൾക്ക് ഇന്ന് കുറേ ഓപ്പർച്യൂണിറ്റീസുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഹൈ ലെവൽ കോൺഫിഡൻസ് വരാൻ ചാൻസ് ഉണ്ട്. വളരെ നല്ല ഒരു എനർജിയിലേക്ക് ഇന്നത്തെ ദിവസം കരിയർ പരമായൊരു പാത്ത്, ഒരു ന്യൂ പാത്ത് നിങ്ങൾക്ക് ഓപ്പണിംഗ് ആവുന്നുണ്ട്. ജോലിയെ സംബന്ധിച്ച് നിങ്ങളൊരു ജോബിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഇന്ന് നിങ്ങൾക്ക് അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഓപ്പണിംഗ് ആണ്. നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക കേട്ടോ. ശക്തമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. അതുപോലെ 5 ഓഫ് വാൺസാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച, നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്ത, കാരണം നിങ്ങളെ മറ്റാരോ ആവശ്യമില്ലാതെ കൺട്രോളിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങളിലേക്ക് നിങ്ങളെ വലിച്ചിടുന്ന ഒരു എനർജി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് വളരെ സ്ട്രെസ് അനുഭവിച്ചെങ്കിൽ ഇന്ന് നിങ്ങൾ ആ ഒരു എനർജിക്ക് നേരെ ഒരു ഫൈറ്റിംഗ് നടത്തുന്നുണ്ട്. ചിലപ്പോൾ ചില വ്യക്തികളോട് നിങ്ങളൊരു വാഗ്വാദം നടത്താനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. നിങ്ങളെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിലേക്ക് വലിച്ചിടുന്ന ഒരു എനർജീനെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങളെ അതിനകത്തേക്ക് വലിച്ചിടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതിനെ നിങ്ങൾ എതിർക്കുന്നു. ആ ഒരു തടസ്സത്തിന് ഇന്ന് നിങ്ങൾ അതിജീവിക്കുന്നു. അതല്ലെങ്കിൽ ചില വ്യക്തികളോട് ഇന്നൊരു ഫൈറ്റിംഗ് എനർജി വരുന്നതായിട്ടാണ് കാണുന്നത്. അത് ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഒരു പ്രയോറിറ്റി, അതായത് 2 കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ചിലപ്പോൾ ചില കാര്യങ്ങൾ ശരിയായതായിരിക്കാം, ചിലത് തെറ്റായതായിരിക്കാം. പക്ഷെ അതിനെ ശരിക്കും നിങ്ങളൊന്ന് വാല്യൂ ചെയ്ത് നിങ്ങൾ അതിനെക്കുറിച്ച് നല്ല മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്താണ് പാസ്റ്റിൽ സംഭവിച്ചതെന്ന് അറിയാതെ ഫൈറ്റിങ്ങിന് നിൽക്കണ്ട. കാരണം ഫൈറ്റിംഗ് എനർജി നിങ്ങളെ സ്റ്റക്കാക്കി കളയും കേട്ടോ. അത് നിങ്ങളെ ഒരു ഇരയാക്കപ്പെടും, നിങ്ങളെ അവിടെ കുറ്റക്കാരാക്കി തീർക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്തെങ്കിലും പഴയ കാര്യത്തെ സംബന്ധിച്ചോ, ഇന്നലത്തെ ദിവസം നിങ്ങൾ അനുഭവിച്ച സ്ട്രെസ്സ്, എന്തെങ്കിലും ഒരു മാനസിക വിഷമത്തെ സംബന്ധിച്ചോ ഒരു പ്രശ്നം ഇന്ന് വീണ്ടും ഉടലെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സൈലൻ്റ് ആവുക തന്നെ ചെയ്യണം. ഒരു ഫൈറ്റിങ്ങിന് ഇറങ്ങണ്ട, ഒന്ന് വെയിറ്റിംഗ് ചെയ്യുക. നമുക്ക് അവസരം കിട്ടും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടാനും നിങ്ങൾ അവിടെ ഇരയാക്കപ്പെടാനും പിന്നീട് അതൊരു നെഗറ്റീവ് തോട്ട്സിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു എനർജിയിലേക്ക് പോകരുത്. കാരണം നമുക്ക് വീണ്ടും വന്നിരിക്കുന്നത് 8 ഓഫ് സോഴ്സ് ആണ്. സ്റ്റക്നെസ് ആണ്. നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു സൺറൈസിങ് ഈ ഒരു ഫൈറ്റിങ്ങിൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെടാൻ, നിങ്ങളുടെ ഒരു സന്തോഷം, സമാധാനം, ഇമോഷണൽ ബാലൻസ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു ഇട വരുത്താതെ ഇരിക്കാൻ നോക്കുക കേട്ടോ. ഏസ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. കുറേ വ്യക്തികളിൽ ഒരു പുതിയ ഒരു വിജയം, അതായത് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിന്നെങ്കിൽ, അതായത് ഫിനാൻസ് സംബന്ധമായ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മൂവിങ് ചെയ്യാൻ പറ്റാതെ ഫിനാൻഷ്യലി ഒരു സ്റ്റക്നെസ് അനുഭവിക്കുകയോ അല്ലെങ്കിൽ ഫിനാൻസ് സംബന്ധമായിട്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരികയൊക്കെ ചെയ്തിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു വ്യക്തിയുടെ സപ്പോർട്ട്, ചിലപ്പോൾ ഒരു ലോൺ സംബന്ധമായ കാര്യമാവാം, അതല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾ നിക്ഷേപിച്ച എന്തെങ്കിലും ലഭിക്കുന്നതിൻ്റെ കാര്യമാവാം. എന്താണെങ്കിലും നിങ്ങൾ ഇന്ന് ഫിനാൻഷ്യലി നല്ലൊരു മാന്യമാകുന്ന രീതിയിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് ലഭിക്കുന്ന, അതായത് ഒരു ഉയർന്ന പൊസിഷനിൽ ഫിനാൻഷ്യൽ കൈകാര്യം ചെയ്യുന്ന നല്ല ടോപ്പ് എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു സപ്പോർട്ട് ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. ക്യൂൻ ഓഫ് വാൺസ് ആണ്. കരിയർ പരമായ കാര്യത്തിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ദിവസമായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളെ കുറച്ച് അധികം നിങ്ങളുടെ ആ ഒരു പൊസിഷനിൽ ഒരു ചേഞ്ചിങ് വന്നു. ചിലപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ചെയ്തതുപോലെയല്ല, ഇന്നു മുതൽ നിങ്ങൾക്ക് കരിയർപരമായ കാര്യത്തിൽ ഒരു മാറ്റം കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഒരു ഫ്യൂച്ചറിൽ വരെ നിങ്ങൾക്ക് നല്ലൊരു ഹൈ ലെവലിലേക്ക് പോകാൻ പറ്റുന്ന ഒരു കരിയർ പാത്ത് നിങ്ങൾക്ക് ഇന്ന് ഓപ്പണിംഗ് ആവുന്നുണ്ട്. കൂടാതെ കരിയറിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായ ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാനാണ്. സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് അതിനുള്ളൊരു യോഗ്യതയുണ്ട്. നിങ്ങൾക്ക് അതിന് പറ്റിയൊരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇന്നൊരു ഹാർഡ് വർക്കിംഗ്, ഇന്നു മുതൽ അങ്ങോട്ടേക്കൊരു ഹാർഡ് വർക്ക് വരുന്നതെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ സ്ഥാനം മാറും. നിങ്ങൾക്കൊരു നല്ലൊരു ഉയർന്ന പൊസിഷൻ, ഒരു അധികാര പരിധിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് കാണുന്നത്. പേജ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു ചെറിയൊരു ഫൈറ്റിംഗ് സക്സസ്, ഫാമിലിയെ സംബന്ധിച്ച് ചില വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്നുണ്ട്. കുടുംബപരമായിട്ട് കുറച്ച് സന്തോഷം, അതുപോലെ തന്നെ
ഒരു സാമ്പത്തിക ഭദ്രതയൊക്കെ ആവശ്യമായി വരുന്ന ഒരു ദിവസമായിട്ടാണ്. പക്ഷെ അതിനുള്ള മാർഗങ്ങൾ, സ്കോപ്പ്, പ്രതീക്ഷകളും നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് ഫിനാൻഷ്യലി ആയിട്ടും അതുപോലെ തന്നെ ഇമോഷണലിയും ഒന്ന് മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വെല്ലുവിളിയെ അത് നേരിടുക, നിങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പ്രതീക്ഷയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചിങ് ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം വ്യക്തമായി ശ്രദ്ധിക്കുക, ഫിനാൻസ് സംബന്ധമായ ഒരു ചെറിയ ചീറ്റിംഗ് എനർജി കുറച്ച് വ്യക്തികളിലേക്ക് വരുന്നുണ്ട്. അതായത് നിങ്ങൾ എവിടെയെങ്കിലും സാമ്പത്തികമായി കൊടുക്കുകയോ അല്ലെങ്കിൽ ഡെത്തായി പോകുന്ന ഒരു എനർജിയാണ് കേട്ടോ കാണുന്നത്. അതായത് ഫിനാൻസ് സംബന്ധമായി ഇന്ന് കൈകാര്യം ചെയ്യുമ്പം വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അർഹത ഉള്ളിടത്താണോ അതല്ലെങ്കിൽ എന്തെങ്കിലും നിക്ഷേപമോ എന്ത് കാര്യത്തിനാണേലും ഫിനാൻഷ്യലി ഇന്ന് വരുന്ന കാര്യം വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്നും പോകേണ്ടതായ ഒരു ഫിനാൻസ് എവിടെയെങ്കിലും കൊടുക്കേണ്ടതോ ആർക്കെങ്കിലും വായ്പ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് കൊടുക്കുന്ന ഒരു എനർജി ഇന്ന് നിങ്ങളിൽ വരുന്നുണ്ട് എങ്കിൽ വളരെ ശ്രദ്ധിക്കുക. ഒരു ചീറ്റിംഗ് എനർജിയാണ്. ആ ഒരു ഫിനാൻസ് നമുക്ക് പൂർണ്ണമായും നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസാണ് കാണുന്നത്. ഒരു ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കും. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ഒരു കൈമാറ്റം നമ്മുടെ കയ്യിൽ നിന്നാണേലും അത് ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ വരെ നമുക്ക് നഷ്ടപ്പെടാൻ കാരണമാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ദിവസം നമ്മളൊരു ഫിനാൻഷ്യൽ പരമായ ഒരു കൈമാറ്റം വേണ്ട എന്ന് വെക്കുക. അതൊരു ചീറ്റിംഗ് എനർജിയാണ്. നൈറ്റ് ഓഫ് വാൻസ് ആണ്. കുറേ ആളുകൾ ഇന്ന് ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കേണ്ട ദിവസമാണ് കേട്ടോ. എന്ത് കാര്യങ്ങളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജിങ് ചെയ്യേണ്ട, അതായത് ടെൻഷൻ, ഭയം ഇതിനെയൊക്കെ ഒന്ന് മാറ്റി വെക്കണം. ഈ ഉൾഭയം ഉള്ളവരാണെങ്കിൽ മുന്നോട്ടേക്ക് പോകാനായിട്ടൊക്കെ ഒരു ഉത്കണ്ഠയോട് കൂടിയൊക്കെ സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ കരിയർ പരമായിട്ടാണെങ്കിലും നിങ്ങളുടെ ജീവിത പാത്ത് ഒരു പുതിയ ന്യൂ പാത്തോ അതല്ലെങ്കിൽ ഒരു മാറ്റം വേണം, ലൈഫിലൊരു സക്സസ് വേണം, അതിനുവേണ്ടി നിങ്ങൾ നല്ലപോലെ ഫോക്കസിങ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ ഇന്ന് ഒരു ആക്ഷൻ എടുക്കേണ്ട ദിവസമാണ്. നിങ്ങളുടെ ജീവിതത്തെ മാനേജിങ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹാപ്പിനെസ് അതുപോലെ വല്ല ഇമോഷണലി ഏതെങ്കിലും ഒരു വ്യക്തികളുമായിട്ടൊക്കെ ഒന്ന് കണക്റ്റഡ് ആകണമെന്ന്, അല്ലെങ്കിൽ ഇമോഷൻസ് ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയണം, നിങ്ങളുടെ ഒരു ഇഷ്ടമോ പ്രണയമോ എന്തെങ്കിലും ഒന്ന് പറയണമെന്നോ അതല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ലൈഫിലുണ്ടായത് ഒന്ന് മാറ്റി വെക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് അതിനുവേണ്ട ആക്ഷൻ എടുക്കാമെന്നാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കർമ്മ അവസാനിക്കുന്നു കേട്ടോ. കുറേ കാലങ്ങളായി നിങ്ങൾ പെയിൻഫുള്ളായ സാഹചര്യങ്ങളും ഒറ്റപ്പെടലുകളും എത്ര ശ്രമിച്ചിട്ടും വിജയം കൈവരിക്കാൻ പറ്റാതെ മാനസികമായിട്ടും വിഷമിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനയും വഴിപാടുകളും അതുപോലെ ബ്ലോക്കേജ്, ബ്ലാക്ക് മാജിക് എനർജി എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു പെയിൻഫുള്ളായ സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവായ സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങളിൽ നിന്നും ഹീലാകുന്നു അല്ലെങ്കിൽ പൂർണ്ണമായി എൻഡായി പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്കൊരു വിന്നറാവാൻ, ഒരു സക്സസ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് വരാൻ പോകുന്ന ഒരു ദിവസത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇന്നെന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു ഒരു ബാഡ് കർമ്മ എൻഡിങ് ആയിട്ടുണ്ട് കേട്ടോ. കുറേ വ്യക്തികളിൽ അത് കാണുന്നുണ്ട്. അത് ഫിനാൻസ് സംബന്ധമായിട്ടൊക്കെ ലോസ് അനുഭവിക്കുന്നുണ്ട്. എത്ര ചെയ്തിട്ടും ഫിനാൻഷ്യലിയും കരിയർപരമായ ഭാഗത്തും നിങ്ങൾക്കൊരു സക്സസ് ഇല്ലാതെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഫിനാൻഷ്യലിയും കരിയർപരമായ കാര്യത്തിലും സക്സസ് ഇല്ലാതെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ കർമ്മ തീർന്നു, നിങ്ങളുടെ ആ ഒരു ബാഡ് കർമ്മ അവസാനിച്ചു. നിങ്ങൾക്കിനി പുതിയ ഒരു പാത്ത്, ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആകുന്നു. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതിൽ നിന്നും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിച്ച പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. മാത്രമല്ല ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാനുള്ള ഒരു എനർജിയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വിജയം, മനസ്സിന് തന്നെ നിങ്ങളുടെ സോളിന് തന്നെ ഒരു വിജയിച്ചു എന്നുള്ള ഒരു ഇമോഷണൽ ബാലൻസ് ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ദ ലവേഴ്സാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സോൾ കണക്ഷൻസുമായിട്ട് ഒരു റിയൂണിയൻ കാണുന്നുണ്ട് കേട്ടോ. വളരെ ശക്തമായിട്ട് നിങ്ങൾ പ്രണയിച്ച, നിങ്ങളുടെ പ്രാണനെ പോലെ കണ്ട, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയ ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിൽ ബൗണ്ടറി ഇട്ട് നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരു അകലം പാലിച്ച് നിന്നിരുന്നു എങ്കിൽ, ആ ഇമോഷൻസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാത്ത ഒരു എനർജിയിൽ നിന്നു എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സലിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി, ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി ഒരുമിച്ചൊരു
യാത്ര തുടങ്ങാനുള്ളൊരു എനർജിയാണ് വരുന്നത്. അതുപോലെ ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളും നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ, നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ ഒരു യാത്ര വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അതും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് കേട്ടോ വരാൻ പോകുന്നത്. ഒരു ലോട്ടറി അടിക്കുന്നതിന് തുല്യമായൊരു എനർജി, ഒരു ട്രാവലിംഗ്, ഒരു ജേണി, ഒരു ഹാപ്പി ജേണിയാണ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ ഒരു റിയൂണിയനും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പിന്നെ ദ എംബറസ് ആണ്. എംബറസ് ദ കിങ് ഓഫ് വാൺസ് ആണ്. രണ്ടുപേരും മുഖാമുഖം നിൽക്കുകയാണ്. യഥാശക്തി മഹാബലം എന്ന് പറഞ്ഞതുപോലെ വളരെ ശക്തമായ ഒരു എനർജീനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അബണ്ടൻസ്, സമൃദ്ധിയൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതുപോലെ കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾ വരുത്തേണ്ടതുണ്ട്. സംശയം, എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് തോന്നുന്ന സംശയം, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, എൻഡിങ് ആക്കണമെന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ ചില കാര്യങ്ങളെ ചുമ്മാ ഹൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ചേർന്നിരിക്കുന്ന വ്യക്തികളോട് നിങ്ങളൊന്ന് തുറന്ന് സംസാരിക്കുക എന്ന ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി, അതാണ് മുഖാമുഖം വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിലൊന്ന് തുറന്ന് സംസാരിക്കേണ്ട ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളൊന്ന് തുറന്ന് സംസാരിക്കുക. അതല്ല എങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പേരൻസിനോടാവാം നിങ്ങളൊന്ന് തുറന്ന് സംസാരിക്കേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തമായ നിങ്ങളുടെ പാർട്ട്ണറോടാവാം നിങ്ങളൊന്ന് തുറന്ന് സംസാരിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ടേക്കൊരു ഫോക്കസിങ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ലൈഫിനൊരു ചേഞ്ചിങ് വരണമെങ്കിൽ, ഇന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, നിങ്ങൾക്ക് ഗുണകരമാകുന്ന, നിങ്ങൾക്ക് വിശ്വസ്തതയുള്ള, കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയുമായിട്ട്, അങ്ങനെ നിങ്ങൾക്ക് നമ്മളുടേതായ ഒരു തുറന്ന് പറയാൻ, അല്ലെങ്കിൽ നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന ചില എനർജികളുണ്ടല്ലോ, അവരുമായിട്ടൊന്ന് തുറന്ന് സംസാരിക്കാൻ. നിങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നതായതും നിങ്ങളിൽ നിന്ന് ഹീലായി പോകേണ്ടതുമായ കുറച്ച് കാര്യങ്ങളെ നിങ്ങൾ കളയേണ്ട സമയമായി എന്നാണ് കാണുന്നത്. അതുപോലെ ബാഡ് സിറ്റുവേഷൻസിനെയൊക്കെ ഒന്ന് അതിജീവിക്കണം. നെഗറ്റീവായ ഒരു തോട്ട്സുകളെ നിങ്ങളൊന്ന് ഹീലാക്കണം. അതുകൊണ്ട് ഇന്നൊരു തുറന്ന് സംസാരം ഉണ്ടാകും നിങ്ങളുടെ ലൈഫിൽ. അതിനുവേണ്ട ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ഇമോഷണലി ഒരു ബാലൻസ് ഉണ്ടാകുന്നു. ശക്തമായ ഒരു ധൈര്യം, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളെ ഇനി ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ അല്ലെങ്കിൽ പെയിൻഫുള്ളായ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഇമോഷണൽ ബാലൻസിലേക്ക് വരുന്നു. അതായത് ഇമോഷൻസിനെ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നു. അതായത് നിങ്ങൾക്കിനി ഇമോഷൻസിനൊരു പ്രാധാന്യം കൊടുക്കില്ല. ഇമോഷണലി നമ്മൾ തകരുമ്പോഴും ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുമ്പോഴുമാണ് മറ്റുള്ളവർ നമ്മളെ ഇരയാക്കപ്പെടുന്നത്, മറ്റുള്ളവർ നമ്മളെ മിസ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇമോഷൻസ് നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്യുമ്പോഴാണ്. അതേസമയം നമ്മൾ ഇമോഷണൽ ബാലൻസ് ആണെങ്കിൽ വരുന്നത് വരട്ടെ, പോയാൽ പോട്ടെ എന്നുള്ള ഒരു എനർജിയിൽ എപ്പം നമ്മൾ നിൽക്കുന്നോ, പിന്നെ നമ്മളെ ആർക്കും ഒരിക്കലും തകർക്കാൻ പറ്റില്ല. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഊർജ്ജമെന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത് ഇമോഷനാണ്. നിങ്ങൾ ഇമോഷണൽ ബാലൻസ് ആണോ? പിന്നെ നിങ്ങൾക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാം. നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. 2 ഓഫ് കപ്സ് ആണ് ഇന്ന് നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻസുമായിട്ട്. അതായത് എവിടെയോ നിങ്ങൾ പോയ ഒരു എനർജിയിൽ നിന്നും നിങ്ങളുടെ യഥാർത്ഥമാകുന്ന സോൾ കണക്ഷൻസിലേക്ക് നിങ്ങൾ ഇന്ന് കണക്റ്റഡ് ആകുകയാണ്. ഇന്നൊരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും എല്ലാം ഒരു പരിഹാരമാണ് ഇന്നത്തെ ദിവസം. അതുപോലെ കുറേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നല്ലതും ചീത്തയുമായത്. പക്ഷേ നിങ്ങൾ അതിലൊന്നും അടിപ്പെടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പോൾ ഈ അഡിക്ഷൻ, ഈ സൗഹൃദങ്ങളാവാമല്ലോ, ലഹരിയൊക്കെ ഉപയോഗിക്കാനും അങ്ങനെയൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒരു എനർജി ആവാം കേട്ടോ. അതായത് ഒരു പോസിറ്റീവ് എനർജി അല്ല എനിക്ക് കാണാൻ പറ്റുന്നത്. ഇന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ചില എനർജികൾ നെഗറ്റീവ് ഉണ്ട്. അത് വളരെ ശ്രദ്ധിക്കുക. നിങ്ങളിൽ ഫോക്കസിങ് ചെയ്യുക. നിങ്ങളൊരു സെൽഫ് ലവ് ചെയ്ത് നിൽക്കുക. നിങ്ങൾക്കത് വളരെയധികം നല്ലതായിട്ടൊരു സമൃദ്ധിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് തീരും. അതായത് വളരെ മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടിയും ബുദ്ധിപൂർവവും നിങ്ങൾ കാര്യങ്ങളെ ഇന്നത്തെ ദിവസം കൈകാര്യം ചെയ്യണം. എടുത്തു ചാടി ഒന്നിലും പോയി പെടരുത്. ആരുമായിട്ട് ഫൈറ്റിംഗ് എനർജിയിൽ ഇന്നത്തെ ദിവസം പെടരുത്. കാരണം അതും നമുക്ക് ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടും മുന്നോട്ടേക്ക് ഉണ്ടാകുമെന്നാണ് കാണുന്നത്.
കൂടാതെ തന്നെ ഇന്ന് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ സ്ട്രെങ്ത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ദിവസമാണ്. എല്ലാ രീതിയിലും നിങ്ങൾക്കിന്നൊരു സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുമെന്നാണ് നമുക്ക് കാണുന്നത്. ആ ഒരു എനർജി നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.